ഹലോ ഫ്രണ്ട്സ്, സി ടെക് ഇലക്ട്രോണിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഐബെല്ലിന്റെ ഒരു 55 ഇഞ്ച് സെറ്റാണ്. പടമില്ല, നമുക്ക് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഡിസ്പ്ലേ ബ്ലാങ്ക് ആണ്. ഇതാണ് നമ്മുടെ കംപ്ലൈന്റ്. ഡിസ്പ്ലേ വെട്ടമുണ്ട്, ബാക്ക് ലൈറ്റ് ഉണ്ട്, ഡിസ്പ്ലേ ഇല്ല. അപ്പൊ നമുക്ക് എന്താ, അപ്പോൾ ഇതാണ് അതിന്റെ മോഡൽ നമ്പർ, LES 550H. അതാണ് അതിന്റെ മോഡൽ നമ്പർ, ഐബെല്ലാണ്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മദർ ബോർഡ്, TP.MS 638.PC 822. ഇത് മദർ ബോർഡ് പവർ സപ്ലൈയും കൂടെ ചേർന്ന് സിംഗിൾ മദർ ബോർഡാണ്. ഇതാണ് അതിൻ്റെ ടീകോൺ ബോർഡ്, LC 546PU 2L01. അതാണ് ഈ ടീകോൺ ബോർഡ്. അതുപോലെ പാനല്, ഇതാണ് നമ്മുടെ പാനല്, LC 546PU ZL. അതാണ് നമ്മുടെ പാനൽ നമ്പർ. അപ്പോൾ നമുക്ക് സെറ്റ് ഓൺ ചെയ്ത് പാനൽ വോൾട്ടേജ് വരുന്നുണ്ടോയെന്ന് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഞാൻ മീറ്റർ DC 200 സെറ്റ് ചെയ്തിട്ടുണ്ട്. TV ഓൺ ചെയ്തു. സ്റ്റാൻഡ് ബൈ റിലീസ് ആയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ഓൺ ആയി. നമ്മുടെ പാനൽ വോൾട്ടേജ് നമുക്ക് 12 വോൾട്ട് വരുന്നുണ്ടോയെന്ന് നോക്കണം. ഓക്കെ, 11.6 വോൾട്ട് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പാനൽ വോൾട്ടേജ് ഓക്കെയാണ്. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ഇനി വരാൻ നമുക്ക് സാധ്യതയുള്ളത് നമ്മുടെ CKV ഇഷ്യൂ ആണ്. നമുക്ക് അതിലോട്ട് പോവാം. ഇങ്ങനെ വരുന്ന കംപ്ലൈൻറ്റുകൾ നമുക്ക് ഇവിടെ 2 സ്ട്രിപ്പ് ഉണ്ട്, ഒന്ന് ലെഫ്റ്റും ഒന്ന് റൈറ്റ്, ലെഫ്റ്റ് റൈറ്റ്, അങ്ങനെ 2 സ്ട്രിപ്പ് ഉണ്ട്. അതിൽ നമ്മൾ ആദ്യം ഏതെങ്കിലും ഒരു സ്ട്രിപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഓൺ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കറിയാൻ പറ്റും അത് ഏത് സൈഡിലാണ് നമ്മുടെ കംപ്ലൈൻ്റ് എന്ന്. ആദ്യം തന്നെ ഞാൻ റൈറ്റ് സൈഡ് ഒഴിവാക്കിയിട്ട് ഓൺ ചെയ്ത് നമ്മുടെ ഡിസ്പ്ലേയിൽ എന്ത് മാറ്റമാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും വേണം. വീണ്ടും നമ്മൾ സെറ്റ് ഓൺ ചെയ്തു. നമ്മൾ റൈറ്റ് സൈഡ് ഊരി ഇട്ടേക്കാണ്. ഒരു മാറ്റവും വന്നിട്ടില്ല. സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ റൈറ്റ് സൈഡ് തിരിച്ച് കണക്ട് ചെയ്യുകയാണ്. റൈറ്റ് സൈഡ് നമ്മൾ തിരിച്ച് കണക്ട് ചെയ്തു. ഇനി ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്ത് വിട്ടിട്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കണം. ലെഫ്റ്റ് സൈഡ് ഇളക്കി വിട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. സെറ്റ് ഓൺ ചെയ്ത് സ്റ്റാൻഡ് ബൈ ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ ഒരു സൈഡിൽ നോ സിഗ്നൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ സൈഡ് ഓക്കെയാണ്, ഈ സൈഡിലാണ് കംപ്ലൈൻറ്റ്. പക്ഷെ ഇത് നമുക്ക് റെഡി ആവുന്ന പാനലല്ല. ഈ സൈഡിൽ ഒരുപാട് മഷി പെടുന്ന കണക്ക് നമുക്ക് കംപ്ലൈന്റ് ആയിട്ടുണ്ട്. ഈ പാനൽ റെഡി ആവില്ല.
പക്ഷെ ഇതുപോലൊരു കംപ്ലൈന്റ് വന്നാൽ നല്ല പാനലാണെങ്കിൽ അതിനകത്ത് എങ്ങനെ നമുക്ക് പടം വരുത്താം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ആ വീഡിയോ എടുക്കാൻ മാത്രമേ പറ്റൂ, ഇത് ശരിയാക്കി നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് എങ്ങനെ നമുക്ക് പടം വരുത്താം എന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ സെറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇതിൻ്റെ CKV ലൈൻസ് ബ്ലോക്ക് ചെയ്യാൻ പോവുകയാണ്. അതിന് ഒന്നുകിൽ നമുക്ക് മാസ്കിംഗ് ടേപ്പോ സെല്ലോ ടേപ്പോ ഏതെങ്കിലും ഉപയോഗിച്ച് നമ്മൾ ഈ പ്രിന്റുകളൊന്ന് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അതായത് അതിൻ്റെ സർക്യൂട്ട് നമ്മൾ ഇതിൽ നിന്ന് വരാതെ നമ്മൾ തടഞ്ഞാൽ മാത്രം മതി. അതായത് CKV ലൈൻസ്. അതിന് ഞാൻ ചെയ്യാൻ പോകും, ഞാനൊരു സെല്ലോ ടേപ്പ് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സെല്ലോ ടേപ്പിൻ്റെ പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ലെഫ്റ്റിൽ നിന്ന് ഒരു 10 പ്രിൻ്റ് വിട്ടിട്ട് നമ്മൾ ഈ സെല്ലോ ടേപ്പ് ഒട്ടിക്കുകയാണ്. ഞാനിത് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒട്ടിച്ചൊട്ടിച്ച് നോക്കി. അതുകൊണ്ട് എനിക്ക് ആ ഒരു ലൊക്കേഷൻ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാനിതൊരു 10 പ്രിൻ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഇത് വെച്ച് കവർ ചെയ്യുകയാണ്. ഒരു ചെറിയ വീതിക്കാണ്, ഇത്രയേ ഉള്ളൂ. അത് ഞാനൊന്ന് ഒട്ടിച്ചിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളൊരു 10 പ്രിൻ്റ് കഴിഞ്ഞിട്ട് പ്രിൻ്റോളം ഇവിടെ ടേപ്പ് ഒട്ടിച്ച് മറച്ചിട്ടുണ്ട്. ഈ ടേപ്പ് ഒട്ടിച്ച് ഞാൻ ഇവിടെ മറച്ചിട്ടുണ്ട് ഒരു 8 പ്രിൻ്റോളം. അത് 10 പ്രിൻ്റ് ഇവിടുന്ന് ഇങ്ങോട്ടാണ്, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക്. ഇനി നമുക്കൊന്ന് കൊടുത്ത് ഓൺ ചെയ്ത് നോക്കാം. തിരിച്ച് ഞാൻ ഈ സ്ട്രിപ്പ് ഇവിടെ കണക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഇനി നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പം ഐബെല്ല് നമ്മുടെ എംബ്ലം ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ സ്ക്രീൻ ഫുള്ളായിട്ടുണ്ട്. നമ്മുടെ ഫുള്ള് സ്ക്രീനിലും ബ്ലൂ സ്ക്രീൻ വന്നു. പക്ഷേ നമ്മുടെ ആ സൈഡിലെ ആ കംപ്ലൈൻറ്റ് അതുപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പാനൽ റെഡി ആവില്ല എന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള പാനലുകൾ വന്നാൽ നമുക്ക് ഫുൾ സ്ക്രീൻ ആക്കി, ഈ കംപ്ലൈൻറ്റ് വന്നില്ലായിരുന്നെങ്കിൽ നമുക്കത് CKV ബ്രേക്ക് ഇത് ചെയ്ത് നമുക്ക് പാനൽ പടം കാണിച്ച് കൊടുക്കാമായിരുന്നു. പക്ഷേ ഇതിങ്ങനെ ആയതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ ഫുൾ സ്ക്രീൻ പടമായിട്ടുണ്ട്. ഇങ്ങനെ നമുക്കിതുപോലൊരു പാനൽ വന്നാൽ നമുക്ക് CKV ബ്ലോക്ക് ചെയ്ത് പടമാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.